കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. വൈദേഹിയാണ് എന്റെ അടുത്ത ടാർഗറ്റ്. കൊട്ടാരം വീട്ടിലെ പുൽത്തകിടികൾ പോലും ഈ മാളവികയുടെ കാര്യത്തിൽ സംശയം പ്രകടിപ്പിക്കാതെ ഞാൻ നോക്കിക്കോളാം. എങ്ങനെയെങ്കിലും എനിക്ക് ആ ദേവനെ സ്വന്തമാക്കണം മോം. പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ ബേബി, നീ സൂക്ഷിക്കണം. ഓക്കെ മോം, ബൈ. ഞാൻ പറഞ്ഞത് കേട്ട് കാണോ? ഛേ, സൂക്ഷിച്ചോളാന്ന് അമ്മയ്ക്ക് വാക്ക് കൊടുത്തതേ ഉള്ളൂ. അപ്പോഴേക്കും മുന്നിൽ വന്ന് നിന്നല്ലോ. നീ ആരോടാ മാളവിക സംസാരിച്ചത്? അത് അമ്മായി, ഞാൻ അനാഥാലയത്തിൽ എന്നോടൊപ്പം ഉള്ള ഒരു കൂട്ടുകാരി വിളിച്ചതാ. വിശേഷങ്ങൾ തിരക്കുമായിരുന്നു. അതിനെന്തിനാ മോളെ നീ ഇങ്ങനെ പേടിക്കുന്നേ? മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? രക്ഷപ്പെട്ടു, ഒന്നും കേട്ടിട്ടില്ല. പ്രശ്നമൊന്നുമില്ല അമ്മായി. ഹോളി ആഘോഷത്തിൽ കൂടിയപ്പോ തൊട്ട് നല്ല തലവേദന, പിന്നെ ആ ബാങ്കിന്റെ കിറുങ്ങലും ഉണ്ടായിരുന്നു. അതുകൊണ്ടുള്ള ക്ഷീണം മാത്രമേ ഉള്ളൂ. അതായിരിക്കും അമ്മായിക്ക് ടെൻഷനായിട്ട് തോന്നിയത്. അത്രയല്ലുള്ളൂ. എന്നാ പിന്നെ ക്ഷീണം മാറുന്നവരെ മോള് കിടന്നു. അതൊന്നും വേണ്ട അമ്മായി, കുറച്ചു കഴിയുമ്പോൾ ശരിയായിക്കോളൂ. അമ്മായി എന്നോട് എന്തെങ്കിലും പറയാൻ വേണ്ടി വന്നതാണോ? നീ അറിഞ്ഞു കാണുമല്ലോ, അമ്മാവൻ നിനക്ക് നിന്റെ ഭാഗം തരാൻ പോവാ. അതിനൊരു ചടങ്ങൊക്കെ ഉണ്ടാവേ, അതൊന്ന് പറയാന്ന് കരുതി വന്നതാ. ഇത്ര തിരക്ക് വേണോ? അതും നാളെ തന്നെ എന്നൊക്കെ പറയുമ്പോ. നിനക്കറിയോ, നാളെ ഇവിടെ ഒരു വിശേഷപ്പെട്ട ദിവസാ. അതുകൊണ്ട് നാളെ തന്നെ ഈ ചടങ്ങ് നടത്തിയേക്കാന്ന് വിചാരിച്ച്. അമ്മാവന്റെ ഇഷ്ടല്ലേ നടക്കട്ടെ. എന്തു പറയുന്നു? സന്തോഷായില്ലേ? ഇനി കുറച്ചു നേരം പോയി കിടന്നു. ആ സ്വത്ത് എന്റെ കയ്യിലേക്കൊന്ന് കിട്ടിക്കോട്ടെ. വൈദേഹി, നീ എന്താ ഇവിടെ? എന്താ എന്തുപറ്റി? മാളവിക വരുന്നും കരുതി കാത്തിരിക്കായിരുന്നോ? അയ്യോടാ, വല്ലാത്ത നിരാശയായല്ലോ. ഷേടാ, എന്താ വൈദേഹി ഇത്? നീ പിന്നെയും തുടങ്ങിയോ? അയ്യോ, സാറിന് ദേഷ്യം വരുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ. പിന്നെ അല്ലാതെ ഞാൻ എന്താ പറയണ്ടേ? ഏത് നേരത്തും ആ പാവത്തിന് എന്തിനെങ്ങനെ വലിച്ചഴിക്കുന്നേ? അതങ്ങനെ ജീവിച്ചോട്ടെ. പാവോ? ആഹാ, സഹതാപം വരെ തോന്നി തുടങ്ങിയല്ലേ? എന്റെ ഭർത്താവ് പാവാണ്, സത്യസന്ധനാണെന്നൊക്കെ എന്നോട് ഞാൻ തന്നെ പറഞ്ഞ് സമാധാനിപ്പിച്ചോളണം. ആണെന്ന് പറയുന്ന വർഗത്തെ വിശ്വസിക്കാൻ. അങ്ങനെയല്ല വൈദേഹി, ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാ. ഒന്നും പറയേണ്ട കാര്യമില്ല. ഉദ്ദേശം എന്താന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പറഞ്ഞ് സമാധാനിപ്പിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടൊന്നും വേണ്ട. അമ്മേ, അയ്യോ, എന്റെ കണ്ണിൽ എന്തോ വീണെന്ന് തോന്നുന്നു. എന്റെ കണ്ണിൽ എന്തോ വീണെന്ന് പറഞ്ഞിട്ട് ഒരു കൂസലില്ലാതെ നിൽക്കുന്നുണ്ടോ അവള്? നിനക്ക് എന്നോട് ഒരു സ്നേഹമില്ല വൈദേഹി. സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ ഹോളി കളിക്കുന്ന സമയത്ത് അവളുടെ കണ്ണിൽ വീണ പൊടി ഊതി എടുത്തവനല്ലേ. ഇപ്പോഴും അവിടെ തന്നെ വിളിച്ചോ, എന്നിട്ട് ഈ കണ്ണിൽ വീണ പൊടി അതുപോലെ അങ്ങ് എടുത്തു. എന്റെ പൊന്ന് വൈദേഹി, ഒന്ന് നിർത്തുന്നുണ്ടോ? നിങ്ങൾ പെണ്ണുങ്ങൾ എല്ലാരും കണക്കാ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ചെയ്താ ജീവിതകാലം മുഴുവനും അതും പറഞ്ഞുകൊണ്ടിരിക്കും. ആണുങ്ങൾക്ക് ഒരിക്കലും സമാധാനം തരില്ല. പോട്ടെ, വിട്, നോക്കട്ടെ. നോക്ക്.
താങ്ക്സ് വൈദേഹി. ഇപ്പൊ കണ്ണിലെ പൊടി പോയി. താങ്ക്സ് എന്തിനാ? ഭാര്യയോട് താങ്ക്സ് ഒക്കെ പറയോ? അത് ശീലം കൊണ്ട് അറിയാതെ പറഞ്ഞു പോയതാ. മനസ്സിലാവുന്നുണ്ട്, പുതിയ പുതിയ ശീലങ്ങളൊക്കെ. ഇതൊന്നും നല്ലതിനല്ല കേട്ടോ. ഒന്നവിടെ നിന്നേ, ഇങ്ങി വാ. എന്തിനാ നീ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ദേഷ്യപ്പെടാതെ വിടന്നെ. ഇവിടെ വാ. എന്റെ കയ്യിന്ന് വിടുന്നുണ്ടോ? ഞാൻ പറയട്ടെ. കയ്യിന്ന് വിടാനല്ലേ പറഞ്ഞേ? പറയുന്നൊന്ന് കേക്ക് നീ. കയ്യിന്ന് ഞാൻ പറയുന്ന കേക്ക്. അവിടെ എന്റെ കയ്യിന്ന് വിട്. അതൊന്നുമല്ല. അതേന്ന് പറയുന്നത് ഞാൻ പേടിച്ചുപോയി. അതിരിക്കട്ടെ, ഞാനിങ്ങനെ കിടക്കുമ്പോ ദേവേട്ടന് എന്താ തോന്നുന്നേ? തോന്നുന്നതോ? അതെ, എന്താ തോന്നുന്നേ? ദേവേട്ടന്റെ മനസ്സിൽ എന്ത് തോന്നിയാലും അതേപടി പറയണം. എന്ത് തോന്നുന്നു പറഞ്ഞാ, കാണാൻ ആളിങ്ങനെ മെലിഞ്ഞുണങ്ങി സുന്ദരിക്കുട്ടിയാണെങ്കിലും ഒടുക്കത്തെ ഭാര. എന്തുപറ്റി? എന്നുവെച്ചാ ഞാൻ ദേവേട്ടന് ഭാരമാണല്ലേ? അയ്യോ, എന്നല്ല വൈദേഹി ഞാൻ പറഞ്ഞേ. പിന്നെ എന്താ പറഞ്ഞ? നല്ല ഭാരം ഉണ്ടെന്നൊക്കെ. അതുപോലും താങ്ങാൻ പറ്റുന്നില്ലേ? സോറി, സത്യം പറയാൻ പറഞ്ഞോണ്ടല്ലേ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞേ. അതിനിങ്ങനെ ദേഷ്യപ്പെടുന്നു ഞാൻ അറിഞ്ഞു. ഏതായാലും സോറി പറഞ്ഞില്ലേ. എന്നാ പിന്നെ ഒന്നുകൂടെ നിന്റെ ദേഹത്തോട്ട് കയറി കിടന്നോ നീ. എത്ര നേരം വേണമെങ്കിലും നിനക്ക് മടുക്കുന്നവരെ എന്റെ ദേഹത്ത് കിടന്നാലും എനിക്കൊരു കുഴപ്പമുണ്ടാവില്ല. വാ കിടന്നോ. എനിക്കൊന്നും വേണ്ട. വൈദേഹി വാ. ഹാപ്പി ബർത്ത്ഡേ ദേവേട്ടാ. എല്ലാരും ഇവിടെ ഉണ്ടല്ലോ. ദേവേട്ടൻ എവിടെ? ദേവേട്ടന് സർപ്രൈസ് കൊടുക്കാന്ന് കരുതിയിട്ട് ആളെ കാണുന്നില്ല. നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ പോയി ആളെ വിളിച്ചിട്ട് വരാം. ദേവേട്ടാ, ദേവേട്ടാ. തദ്ധീം ധണ്ണത്തദ്ധീം തദ്ധീം ധണ്ണാധീം തദ്ധീം ധണ്ണത്തദ്ധീം തദ്ധീം ധണ്ണാധീം തത്തം ധണ്ണത്തജൊണ്ണു ധണ്ണത്തജൊണ്ണു തദ്ധണ്ണതം ജൊണ്ണു ധണ്ണത്തജൊണ്ണു തക്കടദം തക്കടദം തദ്ദി തക്കടദം ധിത്തികി ധിത്തികി തൈ തകദദ്ധിമി തദ്ധിമി തൈ മണിവർണ്ണന്റെ കൺമുന്നിൽ ഗോപികളാടുകയും ധിത്തികി ധിത്തികി തൈ തകദദ്ധിമി തദ്ധിമി തൈ യദുബാലന്റെ മാറിൽ
എന്താ നീ ആലോചിക്കുന്നത്? നിനക്ക് അങ്ങനെ വല്ലതും കാണിച്ചൂടെ? ചെല്ല്. നീ അത് ശ്രദ്ധിച്ചോ? അവളുടെ പ്രകടനം കണ്ട് നിന്റെ ഭർത്താവ് സന്തോഷിക്കുന്നത്. ഒത്തിരി സന്തോഷായി. താങ്ക് യു വൈദേഹി. ഇങ്ങനെയൊരു ജന്മദിന സമ്മാനം ഇതുവരെ എന്റെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. മരണം വരെ ഇത് ഞാൻ ഓർമ്മ. ഇതെന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ? കാലുകൊണ്ട് പടം വരച്ചാണോ ദേവേട്ടന്റെ ജന്മദിനാശംസകൾ അറിയിക്കുന്നേ? ഏയ് മിണ്ടരുത്. വായി തോന്നിയത് എന്ത് വിളിച്ചു പറയരുത്. നിനക്ക് ഈ കലയെക്കുറിച്ച് എന്തറിയാം? നമ്മൾ വെക്കുന്ന ഓരോ ചുവടും ഭൂമി ദേവിയുടെ വരപ്രസാദം. നൃത്തം ആ ദൈവത്തിന്റെ അനുവാദത്തോടെ കാലുകൾക്ക് അനുഗ്രഹിച്ചു കിട്ടുന്നതാ. ദൈവതുല്യനായി ഞാൻ കാണുന്ന എന്റെ ഭർത്താവിന് എനിക്ക് അനുഗ്രഹിച്ചു കിട്ടിയ കലയിലൂടെയാണ് ആശംസകൾ അറിയിച്ചത്. മെഴുകുതിരി ഊതിക്കെടുത്തി ഹാപ്പി ബർത്ത്ഡേ എന്ന് പാടാൻ ലോകത്തുള്ള സകല മനുഷ്യർക്കും കഴിഞ്ഞെന്നിരിക്കും. അതിൽ പ്രത്യേകതയൊന്നുമില്ല. അറിയാവുന്ന എല്ലാവരിൽ നിന്നും നമുക്കത് കിട്ടും. പക്ഷെ അതുപോലെയല്ല ഇത്. പോട്ടെ, നിനക്ക് ഞാൻ ചെയ്തതുപോലെ ഒരു അക്ഷരം എഴുതാൻ പറ്റുമോ? കല എന്ന മഹാസത്യത്തെ മേലിൽ പരിഹസിക്കരുത്. ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എന്റെ ഭർത്താവ് ദേവേട്ടന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. മാളവികേ, കൂൾ. വെളുക്കുമ്പോ കുളിക്കുവാൻ പോകുന്ന വഴിവക്കൽ വെലിക്കൽ നിന്നവളെ കിളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചു കൊണ്ടൊന്നരം കിന്നാരം പറഞ്ഞവളെ. ആ വൈദേച്ചി, അല്ലാതെ എല്ലാം റെഡി. അവിടെ ദേവടനെ വിളിക്കേണ്ട താമസമേ ഉള്ളൂ. എന്നിട്ട് കൊച്ചു പിള്ളേരെ പോലെ തേച്ച് കുളിപ്പിച്ച് കിടക്ക്. അല്ല വൈദേച്ചി, എനിക്കൊരു സംശയം. ഈ പിറന്നാളിന്റെ അന്നേ എന്തിനാ എന്നെ കൊച്ചു പിള്ളേരെ പോലെ പിടിച്ചിരുത്തി കുളിപ്പിക്കുന്നത്? അത് വീടിന് പുറത്ത്. അതോ ശാസ്ത്രപ്രകാരം ഒന്നും പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല വിനയ. മനസ്സിലാവുന്ന ഭാഷയിൽ നിനക്ക് ഞാൻ പറഞ്ഞുതരാട്ടോ. തല തണുക്കെ എണ്ണ തേച്ചിട്ട് താളിയില പിഴിഞ്ഞെടുത്ത് വെള്ളത്തിൽ തല കഴുകുമ്പോ നമ്മളെ പിടിച്ച ശനി എല്ലാം ഒഴിഞ്ഞു പോകുന്ന.
അതുപോലെ ശരീരത്തിൽ തേക്കുമ്പോ മനുഷ്യനെ പിടിച്ചിരിക്കുന്ന കഷ്ടകാലം എല്ലാം ഒഴിഞ്ഞു പൊക്കോളും. പിന്നെന്തായിരുന്നു? വീടിന് പുറത്തിരുത്തി എന്തിനാ കുളിപ്പിക്കുന്നതെന്നല്ലേ? ശരീരത്തിൽ നിന്ന് ഒഴിപ്പിക്കുന്ന ശനി വീണ്ടും വീടിനകത്തേക്ക് കയറാൻ പാടില്ലല്ലോ. അതെ വിനയ, പുറത്തിരുത്തി കുളിപ്പിക്കുന്നോണ്ട് മനുഷ്യനെയും വീടിനെയും ഒരുപോലെ പിടിച്ചിരിക്കുന്ന ശനി പുറത്തുനിന്ന് ആ വഴി അങ്ങോഴിഞ്ഞോടി പൊക്കോളും എന്നുള്ളതാ ശാസ്ത്രം.